കടന്നു വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവനെ അള്ളാഹു കൈകാര്യം ചെയ്യുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. തന്റെ അയൽക്കാരന്റെ വഴി തടയുന്നവര് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നാം മനസ്സിലാക്കണം, അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നവർ മനസ്സിലാക്കണം. ചില അയൽവക്കക്കാരുണ്ട്, തന്റെ അയൽവാസിക്ക് വണ്ടി കയറാൻ പോലും സ്ഥലം കൊടുക്കാത്ത ആളുകളുണ്ട് അല്ലേ? മനസ്സിലാക്കിക്കോ, ഇത് അവരുടെ അവകാശങ്ങളെ നിങ്ങൾ തടയുകയല്ലേ ചെയ്യുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. തന്റെ അയൽവാസിക്ക് വെള്ളമില്ലാതെ വരുന്ന അവസ്ഥയില് വെള്ളം കൊടുക്കാതെ തടഞ്ഞു വെക്കുന്ന ആളുകളുണ്ടോ? അത് മതം നോക്കിയിട്ടല്ല നമ്മൾ വെള്ളം കൊടുക്കേണ്ടത്. വെള്ളം എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ്. അത് ഒരിക്കലും നാം തടഞ്ഞു വെക്കാൻ പാടില്ല. വേനൽക്കാലമൊക്കെ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് അയൽവക്കക്കാർക്ക് വെള്ളമില്ലാതെ വരുമ്പോ അയൽവാസികൾ തൊട്ടടുത്തുള്ള അയൽവാസിയുടെ കിണറ്റിൽ വെള്ളമുണ്ടെങ്കിൽ അവിടെ എടുക്കാൻ വരുമ്പോ അവരുടെ അവകാശമാണ് അത് എടുക്കല്. അതിനെ തടഞ്ഞു വെക്കുന്നവര് മനസ്സിലാക്കിക്കോ, നാളെ ആഖിറത്തിൽ നിനക്കെതിരെ നിന്റെ അയൽവാസി കടന്നു വരുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ അള്ളാഹു നിന്നെ കൈകാര്യം ചെയ്യുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറയുമ്പോ നാം മനസ്സിലാക്കണം, ചില ആളുകളുണ്ട് പണ്ടുള്ള കാർന്നവന്മാര് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കില് അവിടെ നിന്നും ഉള്ള പക പിന്നീട് എന്താണ് അവരുടെ പാരമ്പര്യത്തിലുള്ള കൊച്ചുമക്കളോട് പോലും അവര് കാണിക്കുന്ന ചില അവകാശങ്ങൾ തടഞ്ഞു വെക്കുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങൾ തമ്മിലുള്ള കഴിഞ്ഞ കാലത്തുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ അവരുടെ മക്കളുടെ നേരെയും നിങ്ങൾ അവരുടെ അവകാശങ്ങൾ തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നാളെ നിനക്കെതിരെ നിന്റെ അയൽവാസികൾ കടന്നു വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ വാക്ക് നീ ഒരിക്കലും മറന്നു പോകരുത്. അള്ളാഹു നിന്നെ മുഖം കുത്തിയവനായ നിലയിൽ നിന്നെ നാളെ നരകത്തിലേക്ക് വലിച്ചെറിയും. ആ ഒരു അവസ്ഥ വേണ്ടെങ്കിൽ ഒരു അയൽവാസിയുടെയും അവകാശങ്ങൾ നാം തടഞ്ഞു വെക്കരുത്. അവർക്ക് വേണ്ട കാര്യങ്ങൾ നിനക്കില്ലെങ്കിലും നീ അവർക്ക് ചെയ്തു കൊടുക്കണമെന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ ജാതി മതഭേദമന്യേ ആ മതമുണ്ടോ ഇല്ലയോ എന്നല്ല നോക്കേണ്ടത്, അവർക്കും നിങ്ങൾ ചെയ്തു കൊടുക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ തന്റെ അയൽവാസികളെ ഉപദ്രവിച്ച് അവരുടെ സ്ഥലങ്ങളെ കയ്യേറ്റം ചെയ്ത് എടുക്കുന്ന ആളുകളെ മനസ്സിലാക്കിക്കോ, നാളെ നിനക്കെതിരെ ആഖിറത്തിൽ നിന്റെ അയൽവാസി കടന്നു വരും. അതിലൂടെ നിന്റെ ആഖിറത്തിലെ ആനുകൂല്യങ്ങളെല്ലാം അള്ളാഹു നഷ്ടമാക്കും. അതിലൂടെ നീ നരകമാണ് കരസ്ഥമാക്കുന്നതെന്ന് മറന്നു പോകരുത്. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ.